ചെന്നൈയിൽ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് പരാതി. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ വീഡിയോ കോളിലൂടെയാണ് ചികിത്സിച്ചതെന്നാണ് പരാതി. ടൈഫോയിഡ് ബാധിച്ച കുട്ടിയെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മുഹമ്മദ്, സ്വാഭാവികമായും അങ്ങനെ ചികിത്സാ പിഴവ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് നേരിട്ട് ഈ കുട്ടിയെ ചികിത്സിക്കാൻ തയ്യാറാകാതിരുന്നത്? ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയാണ് ഉണ്ടായത്? ഗോപികൃഷ്ണൻ, ഈ കുട്ടിയെ കഴിഞ്ഞ ഒരാഴ്ചയായി പലതവണ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. അയനവാരത്തെ സ്വകാര്യ ആശുപത്രിയാണ്. രോഹിത് എന്ന 4 വയസ്സുകാരൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുട്ടിക്ക് പനിയാണ്. അങ്ങനെ ഈ കുട്ടിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇന്നലെ രാവിലെ റിസൾട്ട് വാങ്ങാൻ വന്നപ്പോഴാണ് കുട്ടിക്ക് ടൈഫോയിഡ് ആണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചത്. അതിനെ തുടർന്ന് 3 ദിവസം ആശുപത്രിയിൽ കിടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം കുട്ടിയെ ഡോക്ടർമാരും പരിശോധിച്ചില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. ശേഷം വൈകിട്ടോട് കൂടി ഒരു ഡോക്ടർ വീഡിയോ കോൾ ചെയ്ത് കുട്ടിയെ പരിശോധിച്ചു. ശേഷം ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ കുട്ടി ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. അങ്ങനെ നഴ്സുമാർ ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് കുട്ടി മരിച്ചത് എന്ന് ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. ശേഷം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇവർ തയ്യാറായില്ല. കുട്ടിയെ ഈ മൃതദേഹം വിട്ടു നൽകാൻ ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ഇവർ തയ്യാറായില്ല. കുട്ടിയെ കാണിക്കാൻ തയ്യാറായില്ല. ബന്ധുക്കളെയൊക്കെയും ആശുപത്രിയുടെ പുറത്തേക്ക് ഇറക്കി. അങ്ങനെ വലിയൊരു പ്രതിഷേധമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായത്. ആശുപത്രിയിലേക്ക് ഇവർ സംഘടിച്ചെത്തി ഈ ഡോക്ടർമാർക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചു. ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. സമീപത്തുണ്ടായിരുന്ന ഈ ഒരു റോഡ് ഇവർ ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധിച്ചു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടേക്ക് എത്തി. അയനവാരം പോലീസ് എത്തിയിട്ടും ബന്ധുക്കളെ പിരിച്ചുവിടാനാണ് ശ്രമിച്ചത് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം ഇവർ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ ഡോക്ടർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു പരാതിയും ഇന്നലെ രാത്രി വൈകിയും ഇതിൽ കേസെടുക്കാൻ ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പിഴവ് അവിടെ ഡോക്ടർമാർ ഇല്ലായിരുന്നു എന്നതാണ്. രണ്ടാമത്, ഒരു വീഡിയോ കോളിലൂടെ ചികിത്സ നൽകുമ്പോൾ അത് അത്തരത്തിൽ പ്രിസൈസ് ആയിരിക്കണം. ഉറപ്പായിട്ട് ആ ഡോക്ടർക്ക് രോഗിയുടെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻ അറിയണം. എന്നിട്ട് മാത്രമാണ് ആ ചികിത്സ നൽകേണ്ടിയിരുന്നത്. പക്ഷേ ആ ഒരു മരുന്ന് നൽകിയ ഉടൻ തന്നെ കുട്ടി മരിച്ചു എന്ന് ബന്ധുക്കൾ പറയുകയാണ്. കാരണം ഈ ബൈസ്റ്റാൻഡേഴ്സായി ബന്ധുക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവരത് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെയും ഒരു നിലയ്ക്കും ഈ ഒരു കുട്ടിയുടെ മരണം അത് സ്വാഭാവികമല്ല, മറിച്ച് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായതാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്ന് രാവിലെയും ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ എത്തി പ്രതിഷേധിച്ചു. ശേഷം പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോക്ടറെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി ഉടൻ തന്നെ ചോദ്യം ചെയ്യാമെന്നും അറിയിച്ചതായിട്ടാണ് വിവരം. ഗോപികൃഷ്ണൻ. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.